ഹായ് കൂട്ടുകാരെ, ഞാനിന്ന് ചെമ്മീൻ റോസ്റ്റാണ് വയ്ക്കാൻ പോകുന്നത്. ഇന്നലെ ഞാൻ ചെമ്മീൻ കുറച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞിരുന്നു ഇന്ന് റോസ്റ്റ് വയ്ക്കാനാണെന്ന്. അതിൻ്റെ പകുതി ഇന്ന് എടുത്തിട്ടുള്ളൂ. കുറച്ച് വൃത്തിയാക്കിയെടുത്ത് അതിൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് അതിനെ പുരട്ടി കുറച്ച് നേരത്തേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി ഇതൊക്കെ കുറച്ച് കൂടുതലെടുത്തു. ഇതിന് ഇത്രയും വേണ്ട എങ്കിലും അതൊന്ന് ഞാൻ അടിച്ചെടുക്കാൻ വേണ്ടി മിക്സിയിൽ അടിച്ചെടുക്കാൻ വേണ്ടിയാണ് അത്രയും എടുത്തത്. എന്നിട്ട് നമുക്കൊരു പാൻ വെച്ച് അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ചെമ്മീൻ നമുക്ക് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം, അതിന് വേണ്ടിയാണ്. അപ്പോൾ ഞാനത് വെച്ചിട്ടുണ്ട്. എണ്ണ നന്നായി ചൂടാകുമ്പോൾ അതിലേക്ക് ചെമ്മീൻ ഇട്ട് കൊടുത്ത് നമുക്ക് അതിനെ ഫ്രൈ ആക്കിയെടുക്കാം. ഓരോന്ന് വെച്ച് കൊടുക്കുക. അതിൻ്റെ ആ ഒരു ഭാഗം നന്നായിട്ടൊന്ന് കുറച്ച് ഒരു അരപ്പരുവത്തിൽ ഫ്രൈ ആയി വരുമ്പോൾ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. രണ്ട് സൈഡും ഒരുപോലെ ഫ്രൈ ആക്കി കോരിയെടുക്കണം. നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ഓരോന്നും മറിച്ച് ഇട്ട് കൊടുക്കുകയാണ്. ഇതെല്ലാം അങ്ങനെ മറിച്ചിട്ട് കൊടുക്കുക. നല്ല സ്ലോവിലായിരിക്കണം, തീ കുറച്ച് വെക്കണേ. തീ അധികം ഇട്ട് കൊടുത്താൽ അത് കരിഞ്ഞു പോകും. അതുകൊണ്ട് തീ കുറച്ച് വെച്ച് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. രണ്ട് സവാളയാണ് ഞാൻ എടുത്തേക്കുന്നത്, അത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ തക്കാളി ആയതുകൊണ്ട് ഒരു 4 തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2-3 പച്ചമുളക്, കുറച്ച് ചെറിയ ഉള്ളി. ഈ ചെറിയ ഉള്ളിയും ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുക. കറിവേപ്പില ആവശ്യത്തിന്. ചെമ്മീൻ വറുത്ത് നമുക്കിനിപ്പോൾ വേറൊരു പാത്രം എടുത്ത് അതിലേക്ക് കോരിയെടുക്കാം. നമുക്ക് ഈ പാത്രത്തിൽ തന്നെ നമുക്ക് അങ്ങനെ വറുത്ത് കോരിയതാണ്. ഈ പാത്രത്തിൽ തന്നെ നമുക്ക് എണ്ണ കുറച്ചും കൂടി ഒഴിച്ചിട്ട് നമുക്ക് കറി വയ്ക്കാവുന്നതാണ്. കാരണം ഇത് മാറ്റാതെ ഇതിൽ വെച്ചാൽ കുറെ കൂടി ടേസ്റ്റ് ആയിരിക്കും. എന്തിനാ ഇത് കളയുന്നേ, അത് കരുതിയിട്ടാണ്. പ്രത്യേകിച്ച് അതിലൊന്നും സംഭവിക്കാനില്ല, നമ്മളിപ്പോൾ വറുത്ത് കോരിയതല്ലേ ഉള്ളൂ. അതിൽ കുറച്ച് എണ്ണയും കൂടി ഒഴിച്ച് കൊടുത്ത് അതൊന്ന് ചൂടാകുമ്പോൾ അല്പം കടുകിട്ട് കൊടുത്ത്
അതൊന്ന് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് സവാളയും ചേർത്ത് കൊടുക്കാം. അതിലേക്ക് സവാളയും ഇട്ട് അതിനെ ഒന്ന് ഇളക്കി വഴറ്റുക. എണ്ണയ്ക്ക് കളറുള്ളത് കൊണ്ട് ഉള്ളി വഴണ്ടി വരുന്നത് കുറച്ച് ഒരു 5 മിനിറ്റോളം ഇതൊന്ന് വഴറ്റിയിട്ട് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ചെറിയ ഉള്ളി ഇപ്പോൾ ചേർത്ത് കൊടുക്കുക. അരിഞ്ഞെടുത്ത ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്തു. അത് നന്നായിട്ട് ഇളക്കി രണ്ടും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. നന്നായി വഴണ്ടി വരുമ്പോൾ റോസ്റ്റ് ചെയ്യുന്നതിനൊരു ടേസ്റ്റ് കൂടുതലായിട്ടുണ്ടാവുള്ളൂ. എല്ലാവരും റോസ്റ്റ് ചെയ്യുന്നതിൽ വ്യത്യാസം കാണും. ഞാനിങ്ങനെയാണ് റോസ്റ്റ് ചെയ്യുന്നത്. പിന്നെ പലരുടെയും റോസ്റ്റ് പല രീതിക്കായിരിക്കും. രണ്ട് മൂന്ന് പച്ചമുളകുള്ളത് അതിട്ട് കൊടുക്കുക. 1 സ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയും അതിൻ്റെ പേസ്റ്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റുക. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ ഒരു പച്ച മണം ഒന്ന് മാറുന്നത് വരെ അതൊന്ന് വഴറ്റണം. അതും വഴറ്റി ഇനി അതിലേക്ക് മസാല ചേർക്കണം. അര സ്പൂണ് മഞ്ഞൾപ്പൊടി, 1.5 സ്പൂണ് കാശ്മീരി മുളക് പൊടിയും സാദാ മുളകും കൂടി ചേർത്തതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 1.5 സ്പൂൺ ഇട്ട് കൊടുക്കുക. അതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ട് അല്പം കുരുമുളക് പൊടിയും കൂടി ചേർക്കുക. കുരുമുളക് പൊടി അല്പം ചേർത്ത് കൊടുക്കുക. നല്ല എരിവ് കാണും, അതുകൊണ്ട് ലേശം ചേർത്താൽ മതി. കുരുമുളകിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ്. ചേർത്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നന്നായിരിക്കും. വലിയ ജീരകം ഞാൻ 2 രീതിയിൽ ചേർക്കുന്നുണ്ട്. കുറച്ച് പൊടിച്ച വലിയ ജീരകവും ചേർക്കുന്നുണ്ട്. ഇത് അതിൻ്റെ പച്ചപ്പൊക്കെ മാറിയതിന് ശേഷം തക്കാളി ചേർത്ത് കൊടുക്കണം കേട്ടോ. തക്കാളിയും കൂടി ഒന്ന് വെന്ത് അതിൽ നിന്ന് മസാലയുടെ ആ തക്കാളിയുടെ ഗ്രേവിയൊക്കെ ഒന്ന് ഇറങ്ങിയതിന് ശേഷം
ഇനി അതിന് ഒരിത്തിരി അല്പം പെരുംജീരക പൊടിയും ചേർത്ത് പിന്നെ അല്പം പെരുംജീരകം ഞാൻ ചതച്ച് ചേർക്കുന്നുണ്ട്. കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഒരു അര ഗ്ലാസ് വെള്ളം ചേർത്ത് അതൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിക്കുക. ഈ സമയം ഈ ഗ്രേവിക്ക് വേണ്ടുന്ന അല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. നമ്മൾ നേരത്തെ ചെമ്മീൻ റെഡിയാക്കി വെച്ചപ്പോൾ അത് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഉപ്പ് ചേർത്തതാണ്. അതനുസരിച്ച് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. അങ്ങനെ ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീൻ നമ്മളിതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. പൊടിച്ചു വെച്ച പൊടി പെരുംജീരകം പൊടിയാണ് ആദ്യം ചേർത്തത്. അത് ചേർത്ത് കൊടുത്തു. വറുത്ത് പൊടിച്ച പെരുംജീരകമാണ് ആദ്യം ചേർത്തത് കേട്ടോ. ഇനി പച്ചയ്ക്കാണ് പച്ച പെരുംജീരകം അതൊന്ന് ചെറുതായി ചതച്ചെടുത്ത് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ അടച്ച് വെച്ച് അത് ഒന്ന് വേവിക്കുക. ഇടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കണേ. ഇളക്കി കൊടുത്ത് അതിൻ്റെ മൂട്ടൊന്നും പിടിക്കാതെ ഒന്ന് ഇളക്കി. അതിൻ്റെ ഗ്രേവിയൊക്കെ ഒന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇത് ചതച്ച പെരുംജീരകമാണ്. അങ്ങനെ ഇടുമ്പോൾ ഇത് നമ്മൾ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അതിന് വേണ്ടിയാണ് ഞാനിങ്ങനെ ഈ ചതച്ചിടുന്നത്. അടച്ച് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. തീ കുറഞ്ഞ രീതിയിൽ വേണം ഇടാൻ. അല്പം മല്ലിയില ഇട്ട് കൊടുക്കുന്നത് കുറച്ചും കൂടി ഒരു നല്ല മണവും ടേസ്റ്റും ഒക്കെ ആയിരിക്കും. അല്പം മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്ത് ഒന്നും കൂടി ഒന്ന് ഇളക്കി ഒന്ന് അടച്ച് വയ്ക്കുക. അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒന്ന് കുഴഞ്ഞ പരുവത്തിലായിട്ടുണ്ട്. ഇപ്പോൾ റോസ്റ്റ് റെഡിയായി.
ഇനി നമുക്ക് അധികം ഒന്നും വേണ്ട, തീ നമുക്ക് ഓഫാക്കി സെർവ് ചെയ്യാനായിട്ടുണ്ട്. ഇനിയിപ്പോൾ തീ ഓഫാക്കാം. അപ്പോൾ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. തീ ഞാൻ ഓഫ് ചെയ്തു. ഇഷ്ടമായാൽ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.